എല്ലാവർക്കും ഉമ്മാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വെക്കുന്ന കറി ഏതാണെന്ന് വിചാരിച്ചാൽ മത്തീനെ കൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇതൊരു 300 ഗ്രാം മത്തിയുണ്ട്, എല്ലാം നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ മൊളീഷാണ് വെക്കുന്നത്. പിന്നെ അതായത് മീൻ മൊളീഷ എന്ന് പറഞ്ഞത് ചില സ്ഥലത്തെല്ലാം പുളി കൂട്ടിയിട്ടുള്ള കറിയാണ്, അങ്ങനെ അതിനെയും പറയാവുന്നതാണ് മൊളീഷ കറിയെന്ന്. പക്ഷെ ഇവിടെ ഇപ്പം ഞാൻ വെക്കുന്നത് ഞാൻ കുരുമുളക് പൊടി ഇട്ടിട്ടാണ് കേട്ടോ. പിന്നെ മെയിനായിട്ട് കുരുമുളക് പൊടിയാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിലേക്ക് മീൻ മൊളീഷത്തിന് ആവശ്യമായ സാധനങ്ങൾ, അപ്പോൾ ഞാനൊരു ഒരു 1/4 ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ആണ് ഞാൻ എരിവില്ലാത്ത മുളക് പൊടി എടുത്തിട്ടില്ലേ, ചുവന്ന പറങ്കിപ്പൊടി. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വെക്കാനുള്ള ചട്ടി നമുക്ക് എടുത്തോണ്ടരാം. അപ്പോൾ മീൻ വെക്കാനുള്ള ചട്ടി ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കിയ മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ചട്ടിയാണ് എടുത്തിട്ടില്ലേ, ഇത് കുറച്ചേ ഉള്ളത് കൊണ്ട് കൂടുതൽ ഉണ്ടെങ്കിൽ വലിയ ചട്ടി എടുക്കണം. അപ്പോൾ നമ്മൾക്ക് ഓരോന്നായിട്ട് ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. നമ്മൾക്ക് എടുത്തു വെച്ച മല്ലിപ്പൊടിയും പറങ്കിപ്പൊടിയും മഞ്ഞൾ പൊടിയെല്ലാം ഇട്ട് കൊടുക്കുക. അപ്പോൾ പൊടികളെല്ലാം ചേർത്തു. അതിന് ശേഷം നമ്മൾക്ക് ഇത് ആവശ്യമായ വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു കപ്പിനാണ് വെള്ളം ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വേണം ചേർക്കാം, വെള്ളം കൂടി പോകരുത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ ഇത്രയും വെള്ളം ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ചെറിയ പാട്ടൊക്കെ ഏകദേശം 1/4 പാട്ട വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 4-5 അല്ലി വെളുത്തുള്ളി വെക്കുന്ന സമയത്ത് ഒന്ന് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കറി ഇങ്ങനെ വെന്ത് വരുമ്പോഴേക്കും നല്ലൊരു മണം കിട്ടാനും നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മത്തി കഷ്ണത്തിലേക്ക് മസാലകളെല്ലാം ഇട്ട് കൊടുത്തു. ഞാൻ വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് അടച്ചു വെക്കാം. ഇനി നമ്മൾ സ്റ്റൗ കത്തിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് തീ ഫുള്ളായിട്ട് വെച്ചിട്ട് ഫസ്റ്റ് ഒന്ന് നല്ല തള വന്നതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഉണ്ടല്ലേ, മസാല ചേർത്തതിന് ശേഷം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്കൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം. ഉപ്പൊക്കെ നല്ല കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതുപോലെ തന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയി കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇരിക്കും തോറും ആ ചട്ടി ആയതുകൊണ്ട് തന്നെ ആ ചൂടിൽ കുറച്ചും കൂടെ നന്നായി ഒന്ന് വറ്റി വരും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ മത്തി മീഡിയം സൈസ് ആയതുകൊണ്ട് നടുക്കെ ഒന്ന് കഷ്ണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ചെറുതാണെങ്കിൽ അതന്നെ കഷ്ണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതുപോലെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒന്ന് വെളുത്തുള്ളി നമുക്ക് വറുത്തിട്ട് കൊടുക്കാം. അപ്പോൾ മൊളീഷത്തിന് വറുത്തിടാനായിട്ട് എടുത്തത് ഞാൻ ഇതുപോലുള്ള 2 ചെറുതായതുകൊണ്ട് 2 ഇതുപോലുള്ള കുടം വെളുത്തുള്ളിയാണ് എടുത്തത്. അപ്പോൾ അത് ഞാൻ എല്ലാം ചൂളി കളഞ്ഞിട്ട് നന്നായി ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മീനിൻ്റെ കറിയിലേക്ക് നമുക്ക് ഇതൊന്ന് വറുത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അത് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി മുറിച്ചിട്ടത് വറുത്തെടുക്കാൻ. ഇപ്പോൾ വറവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. വെളുത്തുള്ളി വറുത്തിട്ടതാണ് ഈ കറിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾക്കിത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ആ കറിയിലെ വാങ്ങുമ്പോൾ ചാറൊന്നും ഇപ്പം കാണാനേ ഇല്ല. കുറുകിയിട്ട് അതിലും നല്ല പാകമായി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ ടേസ്റ്റ് ഏറ്റവും കൂടുതൽ ഈ വെളുത്തുള്ളിയുടെ ടേസ്റ്റാണ് ഈ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. വെളുത്തുള്ളി ഇച്ചിരി കൂടിയാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതിനനുസരിച്ച് നമുക്ക് ടേസ്റ്റ് കൂടുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മത്തി മൊളീഷ്യം, അതായത് കുരുമുളക് ഇട്ടത് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതുപോലെ എല്ലാവരും വെക്കാറുണ്ടോ? അപ്പോൾ വെച്ചില്ലെങ്കിൽ ഒന്നുകൂടി ഇതൊന്ന് പിന്നെ ട്രൈ ചെയ്ത് നോക്കണേ. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിത് വീഡിയോ കണ്ടിട്ട് മാത്രമല്ല, നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് വേണം എന്നോട് അഭിപ്രായം ഒന്ന് പറയാൻ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കണ്ടില്ലേ, നല്ലൊരു ഇതാ നല്ല വറ്റി നല്ല പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.